രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസിൽ പരാതി വന്നിരിക്കുന്നു. രാഹുൽ വധഭീഷണി നടത്തിയെന്നും ഗർഭഛിദ്രം നടത്താൻ പെൺകുട്ടിയെ പ്രേരിപ്പിച്ചുവെന്നും കാണിച്ച് കേരള കർഷക കോൺഗ്രസ് നേതാവ് AH ഹഫീസാണ് പരാതി നൽകിയത്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് പരാതി നൽകിയിട്ടുള്ളത്. വിവരങ്ങൾ വിജിൻ വായാന്തോട് നൽകും. വിജിൻ, ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ശബ്ദരേഖകൾ അടക്കം ഉൾപ്പെടുത്തിയുള്ള ഒരു പരാതിയാണോ ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്? തീർച്ചയായും ദിവ്യ, അങ്ങനെ തന്നെയാണ്. അതായത് ആ ശബ്ദരേഖ, അതായത് ഈ പുറത്തു വന്നിരിക്കുന്ന ശബ്ദരേഖ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള ശബ്ദരേഖകളും പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കണം എന്നുള്ളതാണ് ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ വ്യക്തമാക്കുന്നത്. AH ഹഫീസ് വ്യക്തമാക്കുന്നത് പ്രകാരം ഗർഭസ്ഥ ശിശുവിനെ, അതായത് ഭ്രൂണത്തെ കൊലപ്പെടുത്താനുള്ള ശ്രമം നടത്തി, ഏകദേശം 4 മാസത്തോളം വരുന്ന ഭ്രൂണത്തെ കൊലപ്പെടുത്താൻ ശ്രമം നടത്തി, അതിനായി പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി എന്നതുൾപ്പെടെയുള്ള ഗൗരവപരമായ കുറ്റങ്ങളാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ക്രമസമാധാന പ്രശ്നം കൂടിയായി ഈ വിഷയം മാറുന്ന സാഹചര്യത്തിൽ കേസെടുക്കണം, ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുകയും കൂടുതൽ വ്യക്തതകൾ വരുത്തുകയും ചെയ്യണം എന്നുള്ളതാണ് പരാതിയിൽ വ്യക്തം. മറ്റൊരു പരാതി നിലവിൽ കൊച്ചിയിലുള്ളതാണ്. ഒരു ട്രാൻസ്ഫോൺ നൽകിയ പരാതി അവിടെ നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ ബാലാവകാശ കമ്മീഷന് പരാതിയായി ഒരു 3-ാം കക്ഷി എത്തിയിരുന്നു. ആ പരാതിയിൽ അദ്ദേഹം അത് DGPക്ക് കൈമാറിയിരിക്കുകയാണ്. ബാലാവകാശ കമ്മീഷൻ ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തി 2 ആഴ്ചക്കകം റിപ്പോർട്ട് നൽകാനും ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ ഡിജിറ്റൽ തെളിവുകൾ കൂടി പരിശോധിക്കണം എന്ന ആവശ്യമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡിജിറ്റൽ രേഖകൾ ഏറ്റവും സുപ്രധാനമാണ്. കാരണം ഏതെങ്കിലും തരത്തിൽ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഈ പരാതിയിൽ കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ഡിജിറ്റൽ തെളിവുകൾ സ്വാഭാവികമായും പോലീസിന് പരിശോധിക്കേണ്ടി വരും. അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശബ്ദം തന്നെയാണെന്ന് ഉറപ്പായാൽ സ്വാഭാവികമായും FIR രജിസ്റ്റർ ചെയ്ത